ഇന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോവാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ പുറത്ത് പോകാൻ നല്ല മടിയുണ്ട്, മാറ്റി പോകാനൊന്നും വയ്യ. അതുകൊണ്ട് മക്കളോടൊക്കെ ഇട്ട ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് പുറത്തിറങ്ങാമെന്ന് പറഞ്ഞ് ഞാനതിൻ്റെ മുകളിൽ ഒരു പർദ്ദയിട്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഗ്യാസിൻ്റെ നല്ല പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. കാരണം ഉറക്കവും ഫുഡും ഒന്നും കറക്റ്റ് ടൈമിലല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഫ്രിഡ്ജിൽ നിന്ന് ഒരു ഓറഞ്ചൊക്കെ എടുത്തിട്ടുണ്ട്. പോകുന്ന വഴിക്ക് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലൈറ്റ് പോകുന്നത് കാണുമ്പോണ്ടല്ലോ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം കേട്ടോ. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ തന്നെ എന്താ പറയുക, ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡ് ഒരാൾ കഴിച്ചിട്ട് അതിന് നല്ല അഭിപ്രായം പറയുന്നത് കേൾക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്നെൻ്റെ ലൈഫിൽ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ വെറൈറ്റീസ് ഉണ്ടാക്കി ട്രൈ ആക്കി നോക്കാൻ വേണ്ടിയിട്ട് എന്നെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള ആൾ എൻ്റെ ഇളയച്ചിയാണ് കേട്ടോ. ഞാൻ എന്ത് ഫുഡ് ഉണ്ടാക്കി കൊടുത്താലും ഒരു മോരുകറി വരെ ഉണ്ടാക്കിയാൽ പറയും, ഓ താത്ത നല്ല ടേസ്റ്റിൻ്റെ താത്ത, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളങ്ങോട്ട് മോട്ടിവേറ്റ് ചെയ്ത് ആ തലയിലെത്തിക്കും. അപ്പോൾ പിന്നെ നമുക്കിന്നെ ഫുഡ് ഉണ്ടാക്കാനുള്ള ഇൻട്രസ്റ്റ് ഭയങ്കരമായിരിക്കും കേട്ടോ. ഇപ്പം ഞാൻ അവളെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട്. അവളിപ്പോൾ പ്രഗ്നൻ്റാണ്. എനിക്കാണെങ്കിലും ഓക്കാണെങ്കിലും എനിക്കൊക്കെ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനും പൂതിയായിരിക്കും, ഓക്കെൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങി കഴിക്കാനും പൂതിയായിരിക്കും കേട്ടോ. ഇന്നിപ്പോൾ എന്തായാലും നമ്മൾ മെക്കിൽ പോകാമെന്ന് വിചാരിച്ചു. മെക്കിൽ ബർഗറിന് ഓഫർ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബർഗറൊക്കെ വാങ്ങി അതിൻ്റെ കൂടെ ഈ ഒരു ഡോണറ്റ് വാങ്ങിയിട്ടോ. എനിക്ക് പൊതുവേ ഡോണറ്റിനോട് വലിയ ഇഷ്ടമില്ല. ആദ്യമൊക്കെ ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഡെങ്കിൻ ഡോണറ്റ്സ് പോയിട്ട് ഇടയ്ക്ക് ഡോണറ്റൊക്കെ വാങ്ങി കഴിക്കലുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞാൻ കഴിച്ചിട്ടേ ഇല്ല കേട്ടോ. പക്ഷേ ഈ മെക്കത്തെ ഡോണറ്റ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ആക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊരു മിനി ഡോണറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഭയങ്കര സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ബർഗറൊക്കെ കഴിച്ച് റൂമിലേക്ക് പോകുമ്പോഴാണ് ഒരാൾ പറയുന്നത് ഓളെ വിശപ്പ് മാറിയിട്ടില്ല എന്ന്, എൻ്റെ മോളത്. അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ച് ഓക്കൊരു ഷാർമൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ പിന്നെ വീട്ടിൽ പോകുന്നത്. ചിലപ്പോൾ അങ്ങനെയാണ്.